അങ്ങനെ വീണ്ടും ഒരു ഉച്ചഭക്ഷണം എടുക്കാത്തൊരു ദിവസം എൻ്റെ മുമ്പിലെത്തി ഗായ്സ്. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാ, പക്ഷെ നടന്നില്ല. എന്തെങ്കിലും ആവട്ടെ, ഞാൻ നിങ്ങൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. ഈ ചിപ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ, അതിൻ്റെ തൊലിയോടുകൂടെ തന്നെയാണ് ഈ ചിപ്സ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ തന്നെ ഉണ്ടാക്കിയതാട്ടോ. ഭയങ്കര ചൂടായിരുന്നു. അപ്പം ഉണ്ടാക്കി അപ്പം തന്നതായിരുന്നു. ഇത് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ, നിങ്ങളെപ്പോഴും എൻ്റെ വീഡിയോ കാണുന്ന കൊക്കക്കോള തന്നെ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിഷസ് ആണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. ഇത് രണ്ടും എനിക്ക് ഏകദേശം ഉണ്ടാക്കാൻ അറിയാവുന്നത് തന്നെയാണ്. ഇത് വന്നിട്ട് ഡ്രൈ ബ്രെഡിൻ്റെ മുകളിൽ ചീസ് ലൈമിൽ മിക്സ് ചെയ്തിട്ട് എടുത്ത ചീസായിരുന്നു. പിന്നെ ചെറിയ ചെറിയ തക്കാളിയൊക്കെ ഇട്ട് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ തന്നെയായിരുന്നു. വലിയ രസം ഉണ്ടായില്ല. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സാധാരണ കഴിക്കാറുള്ള ലസാഞ്ഞയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. ഇറ്റാലിയൻ ലസാഞ്ഞയുടെ ഒരു രുചിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ലായിരുന്നു, കാരണം ആ ഒരു പന്നിയുടെ ഒരു കണ്ടന്റ് ഉള്ളതുകൊണ്ട് എനിക്കിതൊട്ടും ഇഷ്ടമായില്ലായിരുന്നു. പക്ഷെ നല്ലതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.